അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡിൽ സൂഫിസത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, തുടക്കത്തെക്കുറിച്ച്, ആരംഭത്തെക്കുറിച്ച്, എന്താണ് സൂഫിസം എന്നീ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചത്, കേട്ടത്, മനസ്സിലാക്കിയത്. ഈ വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം ഇത് പഠിക്കുന്ന, ഇത് കേൾക്കുന്ന, അറിയാൻ താല്പര്യമുള്ള ആളുകളിൽ ഉണ്ടായേക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ, പൗരാണികരായ ആധുനികരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ എന്താണ് സൂഫിസത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ. അത് ആളുകൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ബിസ്മില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുഹൃത്ത് നഈം ഫാറൂഖിയുടെ ചോദ്യം ഇതാണ്: മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം എങ്ങനെയാണ്, അവരുടെ നിലപാടെന്തായിരുന്നു ഈ സൂഫി ചിന്താഗതികളെക്കുറിച്ച് എന്നാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുകയുണ്ടായി, പ്രവാചകൻ്റെ കാലത്ത് ഇത്തരം ഒരു സമ്പ്രദായമില്ല, ഒരു ചിന്താഗതിയില്ല. അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചര്യ യഥാവിധി അനുധാവനം ചെയ്ത ആളുകളായിരുന്നു. തറക്തക്കും അലൽ മഹജ്ജത്തിൽ ബൈള ലൈലുഹ നഹാരിഹ എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ പ്രവാചക വചനം, ഹദീസ് ശ്രദ്ധേയാണ്. എന്ന് വെച്ചാൽ പകൽ പോലെ പ്രകടമായ, സുന്ദരമായ, സുവ്യക്തമായ ഒരു സരണിയിലൂടെയാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് ചിന്താധാരകളെ പിന്തുടരേണ്ട ഗതികേടുണ്ടായിരുന്നില്ല. പിൽക്കാലത്താണ് ഇത്തരം ചിന്താഗതികളൊക്കെ ദീനിൽ കടന്നുകൂടിയത്. അതിൽ താബികളുടെ കാലം കഴിഞ്ഞ് അയിമ്മത്തിൻ്റെ കാലമായപ്പോഴാണ് ഇതിൻ്റെ ഒരു സൂഫിസത്തിൻ്റെ ഒരു വളർച്ച വരുന്നത്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസ്താവനകൾ വല്ലതുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇത് വല്ലാതെ വളർന്നിട്ടില്ല. കാരണം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 80 ജനിക്കുകയും 150 വഫാത്താവുകയും ചെയ്ത മഹാനാണ്. പിന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഹിജ്റ 93 ജനിക്കുകയും 179 മരണപ്പെടുകയും ചെയ്ത മഹാനാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെയൊന്നും പ്രസ്താവനകളിൽ ഇത് കാണൂല. എന്നാൽ 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലും അന്ത്യത്തിലുമൊക്കെ ആകുമ്പോഴേക്ക് ഇത് വല്ലാതെ വളർച്ച പ്രാപിച്ചു എന്നതാണ് സത്യം. അവിടെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 150 ജനിക്കുന്നത്. എന്ന് വെച്ചാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ട വർഷമാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. അദ്ദേഹം 204 ആണ് വഫാത്താകുന്നത്. അതുപോലെ തന്നെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലി. അദ്ദേഹം ഹിജ്റ 164 ജനിച്ചു, 241 വഫാത്തായി. അതുകൊണ്ട് തന്നെ ഈ 2 മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം അഹ്മദ് ബിൻ ഹംബലും ഒക്കെ ഇതിനെ നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആരെങ്കിലും വൈകുന്നേര സമയത്താണ് ഈ സൂഫി ചിന്താഗതിക്കാരായ ആളുകളുടെ ഒപ്പം കൂടുന്നതെന്നുണ്ടെങ്കിൽ, ഒരു ഉച്ച സമയത്ത് വരെ ഒപ്പം കൂടിക്കഴിഞ്ഞാൽ ഒരാൾ സൂഫിസത്തിൽ ചേർന്ന് കഴിഞ്ഞ് അതിൻ്റെ ആചാര്യന്മാരുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് അവൻ പടുവിഡ്ഢിയായിട്ട് മാറുന്നതാണ്.
കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ സൂഫി വിശ്വാസമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആചാരവും അനുഷ്ഠാനവും ഒക്കെ ഉള്ള ആളുകളുമായിട്ടാണ് ഇടകലർന്ന് ജീവിക്കുന്നത് എങ്കിൽ അയാൾ ഒരു ഭ്രാന്തനായിട്ട് മാറുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അത്രയും അപകടം പിടിച്ച സാധനമാണെന്നാ. എന്ന് പറഞ്ഞാൽ മാ ലസിമ അഹദുൻ അസ്സൂഫിയ 40 യൗമൻ ഫആദ ഇലൈഹി അഖലുഹു അബദ. ഒരിക്കലും അയാളുടെ സ്വയബുദ്ധി തിരിച്ചു കിട്ടാത്ത അവസ്ഥ വരും. ലൗ അന്ന റജുലൻ തസവ്വഫ അവ്വലൻ നഹാർ ലാ യതി അല്ലാഹു ഹത്താ യകൂന അഹ്മഖ്. അങ്ങനെയാണ് പ്രയോഗം. പ്രഭാതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് ഒരാൾ സൂഫിസം സ്വീകരിക്കുന്നത് എങ്കിൽ ഉച്ചയാകുമ്പോഴേക്ക് അയാൾ ഒരു വിഡ്ഢിയായി മാറും. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ഈ സൂഫി ചിന്താഗതിക്കാരെ ആളുകൾ ഇക്കാലത്ത് പോലും പറയുന്ന പ്രസ്താവനകൾ കേട്ടാൽ എങ്ങനെയാണ് ഇതൊക്കെ ഒരു മുസ്ലിമായ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്നത് തോന്നിപ്പോവും. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, തറക്തു അൽ ബഗ്ദാദ്, ഞാൻ ബഗ്ദാദ് ഉപേക്ഷിച്ചു. വഖദ് അഹദസ സനാദിഖതു ഫിഹ, ഞാൻ ബഗ്ദാദ് വിട്ടുപോരുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താന്ന് പറയാ. ഈ സൂഫിസം എത്രമാത്രം അവിടെ പിടിമുറുക്കിയിട്ടുണ്ട്, വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അവിടെ ജനാധിക്കത്തായ ആളുകൾ, നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തോട് ചായ്വ് കാണിക്കുന്ന സൂഫി ചിന്താഗതിക്കാരെയാണ് യഥാർത്ഥത്തിൽ ജനാധിക്കത്ത് എന്ന് പറഞ്ഞത്. സൂഫിസം ഉണ്ടെങ്കിൽ നിരീശ്വരവാദത്തിലേക്കും അതെ എല്ലാം എത്തിച്ചേരും. അതിപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ സൂഫിസക്കാരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണല്ലോ. അവർക്ക് കഅബ വളരെ പുച്ഛായി തോന്നുന്നുണ്ട്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താടോ എൻ്റെ ഇബ്രാഹിം എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു വിശ്വാസ ദൗർബല്യം, അല്ലെങ്കിൽ ഒരു ജൂത ഷിയ ചിന്താഗതി. ഷിയാക്കളാണ് കഅബക്ക് പകരം വേറെ ഒരു ബദൽ കഅബ ഖൂമിലുണ്ടാക്കിയത്, എന്നിട്ട് അതിനെ തവാഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അതിനെ വളരെ പവിത്രീകരിക്കുകയും ഈ കഅബയൊക്കെ വളരെ നിസ്സാരമായി എണിക്കുകയൊക്കെ ചെയ്യുന്ന, അതൊക്കെ ആ മനസ്സിൽ ജൂദായിസവും ഷിയായിസവും ഈ മതത്തോടുള്ള താല്പര്യം കുറഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഞാൻ ബഗ്ദാദ് വിടുമ്പോൾ അവിടെ ഇത്തരം സൂഫി ചിന്താഗതിക്കാരായ നിർമ്മത പ്രസ്ഥാനങ്ങളുടെ ആളുകൾ പിടിമുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അവർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഫീഹ ഷൈഅൻ യുസമ്മൂനഹു അസ്സിമാ, ശ്രവണം എന്ന പേരിൽ അനുരാഗവും അതുപോലെ തന്നെ ഷെയ്ഖിനോടുള്ള ഭ്രമവും പ്രേമവും ഒക്കെ കൂടെ ലയിച്ചിട്ട് അത്തരം ചില ഗാനങ്ങൾ ആലപിക്കുന്ന ശ്രവണം എന്ന പേരിൽ, സിമാഴ് എന്ന പേരിൽ ചില ഗാനാലാപന സദസ്സുകളും സംഘടിപ്പിക്കുന്ന അവസ്ഥ എനിക്ക് ബഗ്ദാദിൽ കാണാൻ സാധിച്ചു എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, ഇന്നിന്ന ആളുകളൊക്കെ ഇന്നിന്ന ചിന്താധാരകളുള്ള ആളുകളാണ് എന്ന് പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ല അവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരിക്കലും അത്തരം ചിന്താഗതി അഥവാ സൂഫിയാക്കളുടെ കൂടെ ഒരിക്കലും നിങ്ങൾ പോയി ഇരിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച ഈ വിഷയകമായി ഗവേഷണാത്മകമായ ഒരു ഗ്രന്ഥം രചിച്ച മഹാനാണ് അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് റഹ്മഹുല്ല. അദ്ദേഹം എഴുതിയ മഹത്തായ ഗ്രന്ഥമാണ് അൽ ഫിക്റു സൂഫി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫഇന്നി റഅയ്തു ബഅദ തൂലി ദിറാസ വതദബ്ബുരിൻ അന്നൽ ഫിക്റ സൂഫി ഹുവ അശദ്ദുൽ അഖ്ദാർ ജമീഅ അലാ ഉമ്മത്തിൽ ഇസ്ലാം. ഈ മുസ്ലിം ഉമ്മത്തിന് വന്നുഭവിച്ച വലിയ ഒരു വിപത്താണ് ഈ സൂഫി ചിന്താഗതി എന്ന് ദീർഘകാലത്തെ ചിന്തയിലും പഠനത്തിലും എനിക്ക് വ്യക്തമായിട്ടുണ്ട്. വ അന്നഹുല്ലദീ ഹവ്വല അസ്സു ഹാദിഹിൽ ഉമ്മ ദില്ലൻ വ മുഹാന. ഈ ഉമ്മത്തിനെ നിന്ദ്യതയിലേക്കും അപമാനത്തിലേക്കും തള്ളിവിട്ട, ഇതിൻ്റെ എല്ലാ ഇസ്സത്തും തകർത്ത ഒരു
ചിന്താധാരയും സമ്പ്രദായവുമാണ് സൂഫിസം. വലാ യസാലു ഹാദാ ദഅ്ബുഹു അല ദവാം, അങ്ങനെ തന്നെയായിരിക്കും അതിൻ്റെ രൂപം. വ അന്നഹു സൂസ്, അദ്ദേഹം പറയുന്നത് ഈ സൂഫിസം എന്ന് പറയുന്നത് ഒരു മഹാകീടമാണ്. ഏത് കീടം? സൂസ് എന്ന് പറഞ്ഞാൽ ഈ ചെതലിനൊക്കെ പറയും, വഞ്ചതല് ഉള്ളിൽ കൂടി കയറിയിട്ട് ആ മരത്തെ തടിയെ വികൃതമാക്കി കളയുന്ന ഒരു കീടമാണ്, അല്ലെങ്കിൽ ഒരു ചെതല് പോലെയാണ് യഥാർത്ഥത്തിൽ സൂഫിസം. അല്ലദീ ളല്ല യുമഖിറു വയഹ്ദിമു ഫി ജിസ്മി ഷജറത്തിന അൽ ബാസിഖ ഹത്താ അനാഹഹ മഅൽ അയ്യാം. കാലക്രമേണ ഈ തടിമരം തന്നെ, ഇസ്ലാമിൻ്റെ തടിമരം തന്നെ തിന്ന് തീർത്ത് നശിപ്പിക്കാൻ പറ്റിയ ഒരു അപകടകാരിയായ ഒരു കീടമാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് ഇതേക്കുറിച്ച് ദീർഘകാലം പഠനവും മനനവും നടത്തി ബൃഹൽ ഗ്രന്ഥരചന നടത്തിയ അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് റഹിമഹുല്ല പറഞ്ഞ അഭിപ്രായവും ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ ഒരു അഭിപ്രായം.